നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമാ രംഗത്ത് ഇപ്പോൾ പഴയതുപോലെ സജീവമല്ല നടി നമിത പ്രമോദ്. ബിസിനസ്സിലേക്കാണ് നമിത കൂടുതലും ശ്രദ്ധ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ബിസിനസ്സിൽ താൻ നേരിട്ട പരാജയത്തെക്കുറിച്ച് നമിത തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. പെപ്രിക്ക എന്ന പേരിൽ താരം തുടങ്ങിയ ടീഷർട്ട് ബ്രാൻഡ് നഷ്ടത്തിലായതിനെ തുടർന്ന് പൂട്ടേണ്ടി വന്നു എന്നാണ് നമിത പറഞ്ഞത്. റെസ്റ്റോറന്റിന്റെ വിജയം കൈവരിച്ച ശേഷം സാരികളുടെ ബിസിനസ്സുമായാണ് നമിത രംഗത്ത് വന്നിരിക്കുന്നത്. കാഞ്ചീപുരം സാരിയുടെ ബിസിനസ്സാണ് നമിത പുതിയതായി തുടങ്ങിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് സജീവമല്ലാതായ നമിത ഇന്ന് ബിസിനസ് രംഗത്ത് പൂർണ്ണ ശ്രദ്ധ നൽകുന്നു. കുടുംബത്തിന്റെ വലിയ പിന്തുണ നമിതയ്ക്കുണ്ട്. ഇപ്പോൾ തന്നെ ഒന്നിലേറെ താരങ്ങൾ ഇതേ സംരംഭവുമായി ഈ രംഗത്തുണ്ട്. ഇതിനിടെയാണ് നമിതയുടെ വരവ്. നിലവിൽ ആര്യ ബാബു, അഹാന കൃഷ്ണ എന്നിവർ സാരി സെയിൽ നടത്തുന്നുണ്ട്. ആര്യയുടേത് കാഞ്ചീപുരം സാരികളുടെ ബിസിനസ്സാണ്. വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളായി തുടരുന്ന മറ്റൊരാളാണ് നടി കാവ്യ മാധവൻ. ലക്ഷ്യ എന്ന ബ്രാൻഡാണ് കാവ്യയുടേത്. കാവ്യയുടെ സാരികൾക്ക് മിക്കപ്പോഴും കാവ്യ തന്നെയാണ് മോഡൽ. ചിലപ്പോൾ മീനാക്ഷി ദിലീപും മോഡലാകാറുണ്ട്. ഇനി മീനാക്ഷി ഇവരിൽ ആർക്ക് മോഡലായി എത്തും എന്നത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കാവ്യ മീനാക്ഷിക്ക് രണ്ടാനമ്മയാണെങ്കിലും നമിത പ്രമോദ് മീനാക്ഷിയുടെ അടുത്ത കൂട്ടുകാരിയാണ്. സഹോദരിമാരെ പോലെ അടുത്തിടപഴകുന്നവർ. അതേസമയം മത്സരബുദ്ധി മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസിന്റെ വിജയം. എല്ലാവർക്കും നിലനിന്ന് പോകാനുള്ള സ്പേസ് ഉണ്ട്. ഈ അടുത്ത് അഹാന കൃഷ്ണയും കുടുംബവും സാരി വിൽപ്പനയിലേക്ക് വന്നിരുന്നു. പ്രീമിയം സാരികൾ ലിമിറ്റഡ് എഡിഷനായി ഓൺലൈനിലൂടെ വിൽപ്പന ചെയ്യുകയാണിവർ. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ സാരി വിൽപ്പന വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എല്ലാ സാരികൾക്കും വില കൂടുതലായതാണ് കാരണം. സാധാരണക്കാരന് നെഞ്ചിരിപ്പുണ്ടാക്കുന്ന വിലയായിരുന്നു പല സാരികൾക്കും. എന്നാൽ ഈ സാരികൾക്ക് ഗുണമേന്മയുണ്ടെന്നാണ് സിന്ധു കൃഷ്ണ അന്ന് പറഞ്ഞത്. സമ്മർ ടൗൺ എന്ന റെസ്റ്റോറന്റ് വിജയിച്ചതിന് പിന്നാലെയാണ് നമിത അടുത്ത ബിസിനസ്സുമായി എത്തുന്നത്. അറിയപ്പെടുന്ന നടിയായതിനാൽ തന്നെ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക നമിതയ്ക്ക് എളുപ്പമാണ്. എപ്പോഴും വളരെ സ്റ്റൈലിഷ് ക്ലാസിക് ലുക്കിലാണ് നമിതയെ ജനം കാണാറുള്ളത്. നമിതയുടെ വസ്ത്രങ്ങൾ എവിടെ നിന്നാണെന്ന ചോദ്യങ്ങൾ പലപ്പോഴും കമന്റ് ബോക്സുകളിൽ വരാറുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സാരി ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യുന്നത് ഇന്ന് ദിനം പ്രതി നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു സെലിബ്രിറ്റി ഇന്ന് സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. 7 വർഷമായുള്ള കാഞ്ചീവരത്തിന്റെ യാത്രയിൽ ഒരു സംരംഭക എന്ന നിലയിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ നിസ്സഹായയാവുകയും നിരാശയാവുകയും ചെയ്തു. ഈ സംഭവം പിന്നെ ബാധിച്ചതിനാൽ കുറെ കാലത്തേക്ക് ഞാൻ മാനസികമായി തളർന്നിരുന്നു. ഇന്ന് സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്ത ആളുകൾ ഉൾപ്പെട്ട സംഭവമാണത്. ഇതിൽ കൂടുതൽ എനിക്ക് സന്തോഷിപ്പിക്കാനാകില്ല. ഇപ്പോൾ ഞാൻ കടന്നുപോയ വേദന ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാകും. നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളല്ല ഞാൻ. എന്നാൽ ഇന്ന് എനിക്ക് നിയന്ത്രിക്കാനായില്ല. അതിനർത്ഥം അതെന്നെ അത്രയും വേദനിപ്പിച്ചു എന്നും ആ വേദന ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുമാണ് ആര്യ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നടി നമിത പ്രമോദിന്റെ ബിസിനസ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വന്ന ഈ കുറിപ്പ് നമിതയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. ബിസിനസ് ലോകത്തെ ഈ പോര സിനിമാ വൃത്തങ്ങളിലും വലിയ ചർച്ചയാവുകയാണ്. മെയ് 6-നാണ് ആര്യ ഇങ്ങനെ ഒരു സ്റ്റോറി പങ്കുവച്ചത്. അതേ ദിനം തന്നെ സാരി ബ്രാൻഡ് തുടങ്ങിയ സെലിബ്രിറ്റി നമിത പ്രമോദാണ്. മെയ് 8-നാണ് നമിതയുടെ നമ്മദേശി എന്ന സാരി ബ്രാൻഡിന്റെ ഔദ്യോഗിക ലോഞ്ച്. സോഷ്യൽ മീഡിയ വഴി ഇതിനോടകം തന്നെ നടി തന്റെ സാരി ബ്രാൻഡ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഔദ്യോഗിക അക്കൗണ്ടും തുടങ്ങി. എന്നാൽ ഇക്കാര്യത്തിൽ ഇരു താരങ്ങളും പ്രതികരിച്ചിട്ടില്ല. നമിത പ്രമോദിനെ തന്നെയാണ് ആര്യ ഉദ്ദേശിച്ചത് എന്ന് നെറ്റിൽ സെൻസ് പറയുന്നു. അതേസമയം നമിതയുടെ പേരെടുത്ത് ആര്യ പരാമർശിച്ചിട്ടില്ല. സാരി ബിസിനസ്സിൽ നിൽക്കുന്ന മറ്റ് സെലിബ്രിറ്റികളെ പിന്തുണയ്ക്കുന്നയാളാണ് ആര്യ. അഹാന കൃഷ്ണ, കാവ്യ മാധവൻ തുടങ്ങിയവർ ഇന്ന് സാരി ബിസിനസ്സുമായി ഈ രംഗത്തുണ്ട്. നേരത്തെ ടീഷർട്ട് ബ്രാൻഡ് നമിത പ്രമോദ് തുടങ്ങിയിരുന്നു. ആ സംരംഭം പിന്നീട് നിർത്തി. സാമ്പത്തിക നഷ്ടം വന്നപ്പോൾ പൂട്ടുകയായിരുന്നു എന്നാണ് നമിത അന്ന് പറഞ്ഞത്. പെപ്രിക്ക എന്നായിരുന്നു ടീഷർട്ട് ബ്രാൻഡിന്റെ പേര്. ഓവറായുള്ള പ്രൊഡക്ഷൻ തിരിച്ചടിയാവുകയാണ് ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. മെൻസ് വെയറിന് കുറച്ച് ചലഞ്ചിങ് ആയ ഒരു ഘട്ടമായിരുന്നു. ഞാനതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് ബ്രാൻഡിനെയും ബാധിച്ചെന്നും നമിത പറയുന്നുണ്ട്.
ഒരു ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നത് എങ്കിൽ, നല്ല ഭാവി കാണുന്നില്ലെങ്കിൽ വീണ്ടും ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. വെറുതെ കാശ് ചെലവിട്ട് കൂടുതൽ മോശമാക്കരുതെന്നും നമിത പ്രമോദ് അന്ന് പറഞ്ഞു. അതേസമയം ഓൺലൈൻ സാരി ബ്രാൻഡിൽ ബിസിനസ് ചെയ്യുന്ന നടിമാർ മലയാളത്തിൽ നിരവധിയാണ്. പൂർണിമ ഇന്ദ്രജിത്ത്, കാവ്യ മാധവൻ, ഷീലു എബ്രഹാം, അഹാന, ദിയ കൃഷ്ണ, ഹൻസിക തുടങ്ങിയവരാണ് ഓൺലൈൻ വസ്ത്ര വ്യാപാരം ചെയ്യുന്ന മറ്റു താരങ്ങൾ. അതേസമയം ബിസിനസ്സിലേക്കാണ് നമിത കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. കുറെ കാലം നമിതയ്ക്ക് റിലീസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ താനിപ്പോൾ ശ്രദ്ധാലുവാണെന്നും പ്രാധാന്യമില്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല എന്നും നമിത പ്രമോദ് അന്ന് പറഞ്ഞിരുന്നു. സിനിമാ താരങ്ങൾ നേരിടുന്ന സമ്മർദ്ദത്തെക്കുറിച്ചും നമിത സംസാരിച്ചിരുന്നു. അഭിനയം, സിനിമ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിളായ പ്രൊഫഷനാണ്. ഇന്നൊരു ഹിറ്റ് ഉണ്ടായേക്കാം, കുറച്ചു നാളത്തേക്ക് ഫെമിലിയർ ആയിരിക്കും. സിനിമ എന്നത് വിജയത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിജയം എവിടെയാണോ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സും ആളുകളും ഉണ്ടാവുക. നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും മോശമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹിറ്റ് കിട്ടിയാൽ അവർ തിരിച്ചു വരും. ഒട്ടുമിക്ക ആളുകൾക്ക് പല രീതിയിലുള്ള മെന്റൽ സ്ട്രെസ് സിനിമയിലുണ്ട്. എനിക്കറിയാവുന്ന ഒട്ടുമിക്ക പേർക്കുമുണ്ട്. ഒരു സിനിമ ചെയ്താൽ ആ വർക്ക് നന്നായില്ലെങ്കിൽ വിമർശനം വരുമോ എന്നൊക്കെയുള്ളൂ പേടി. ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. നമുക്ക് ഫ്രീഡം ഇല്ല, എനിക്കും സ്ട്രെസ് വരാറുണ്ട്. അപ്പോൾ ജേണൽ ചെയ്യുമെന്നും നമിത പ്രമോദ് പറഞ്ഞു. തന്റെ ബിസിനസിനെ കുറിച്ചും നടി സംസാരിച്ചിരുന്നു. സമ്മർ ടൗൺ ഡേ ടുഡേ ലൈഫിന്റെ ഭാഗമാണ്. രസമുള്ള കാര്യമാണ്, പക്ഷേ എളുപ്പമല്ല. നല്ല ടീമുണ്ട്. എല്ലാം സിസ്റ്റമാറ്റിക് ആയാണ് പോകുന്നത്. വലിയ കൺഫ്യൂഷനുകളില്ല. നല്ല ദിവസവും മോശം ദിവസവും ഉണ്ടാകും. ഇപ്പോഴും ബിസിനസ് തുടങ്ങിയപ്പോഴുള്ള അതേ ആവേശമുണ്ട്. ഞാൻ കുറെ കൂടി ഇതിൽ പാഷനേറ്റ് ആയിരുന്നു. ബിസിനസ് റിസ്ക് ആണ്, റിസ്ക് എടുക്കാൻ തയ്യാറാകണം. തീർച്ചയായും നല്ലൊരു ടീം വേണം. ആഗ്രഹമുണ്ടെന്ന് കരുതി മാത്രം റെസ്റ്റോറൻറ്റ് തുടങ്ങാനാകില്ല. അച്ഛനും ഞാനും ഒരു പാർട്ട്ണറും കൂടിയുണ്ട്. പുള്ളി ഷെഫാണ്, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന ആളാണ്. ആ ബാക്കപ്പും പ്ലാനും ഉള്ളത് കൊണ്ടാണ് സമ്മർ ടൗൺ മുന്നോട്ട് പോകാനുള്ളത്. ദിവസവും ഞങ്ങൾക്ക് പുതിയ ദിവസമാണ്. സിനിമാ രംഗത്ത് നിന്ന് ആരും എന്നെ ബിസിനസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷേ സിനിമയിലുള്ള കുറെ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ടെന്ന് നമിത പ്രമോദ് പറഞ്ഞിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.